സമാധിയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു. 2 മണിക്ക് സ്വാമിയെയും വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്ര ഏകദേശം 3 മണിയോടുകൂടി വസതിയിലെത്തും. 3 മണിക്ക് തന്നെ സമാധിയുടെ ചടങ്ങുകൾ സന്യാസി ശ്രേഷ്ഠന്മാർ ആരംഭിക്കും. ഏകദേശം 4 മണിയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും. അല്ല, എല്ലാ മഠങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 10-15 സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ പങ്കെടുക്കും. നാമജപയാത്ര ഈ നിംസിന്റെ പരിസരത്തുനിന്ന് ആരംഭിക്കും. അതെ, ആര് മരിച്ചിരുന്നാലും അവർ കെമിക്കൽ അനാലിസിസിനൊക്കെ അയക്കും. ആര് മരിച്ചാലും അതുപോലെ ഇത് അയച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണ ഡോക്ടർമാരും പോലീസ് ഓഫീസർക്കും ഒക്കെ ഇത്തരത്തിലൊരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒപ്പീനിയൻ കിട്ടും. അത് സാധാരണ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സജീവമായിട്ട് വീണ്ടും സമാധി ആയിട്ട് നീങ്ങുന്നത്. ഇല്ല, അത് ബോധ്യമാണ്, ഉത്തമ ബോധ്യമാണ്. മക്കൾ പറഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ വന്നിരുന്ന കാര്യങ്ങളെല്ലാം ഇവർ അറിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് എല്ലാ ചാനലിലൂടെയും ഇതിൽ മാൻ മിക്സിങ് കൊടുത്തിരിക്കുന്ന അദ്ദേഹം ഇവരുമായിട്ട് കേസുള്ള ആളുകളാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യം പറയുന്നത്, വീട്ടിൽ നിന്ന് ഈ അമ്പലം വരെ എല്ലാ ദിവസവും ഈ ദീപാരാധന സമയത്ത് വരുമായിരുന്നു. മകനായിരുന്നു പൂജ, കിടപ്പായിരുന്നു, അസുഖമായിരുന്നു, സത്യമാണ്. പക്ഷേ ഈ സമയത്ത് അദ്ദേഹം മുടങ്ങാതെ ഈ അമ്പലത്തിൽ വരുമായിരുന്നു. അത് മകനോട് ചോദിച്ചാൽ പറയും. അപ്പോൾ ഇതൊക്കെ തെറ്റായിട്ട് ജനങ്ങളിലെത്തിച്ചു. അതുകൊണ്ടൊരു തെറ്റിദ്ധാരണ വന്നു. ശരിക്ക് അത് വരാൻ പാടില്ലായിരുന്നു. അല്ല, ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രം വെച്ച് പലരും ഈ ക്ഷേത്രത്തിൽ അങ്ങനെ വലുതായിട്ട് ആളുകൾ തൊഴാൻ വരുമെന്ന് തോന്നുന്നില്ല, അല്ലേ? അങ്ങനെ വരാറില്ല. എതിരുണ്ട്, എതിര് കുറേ കാലത്തിന് മുമ്പുള്ളത്. പാട്ടിടാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ വഴി കൊടുത്തില്ല എന്ന് പറഞ്ഞുള്ള തർക്കം, കുറച്ച് തർക്കങ്ങളുണ്ട്. സ്വാമിയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണതാണ്. അതായത് ഇതിൻ്റെ പരാതി തന്നെ നേരിങ്ങര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. ഏത്? അല്ല, അതിന് കാരണം ഇവർ തന്നെയാണ് സമാധി എന്നുള്ളത് പോസ്റ്റർ ഒട്ടിച്ചത്. അതിനെ ഒരു വാശി തീർക്കാനുള്ള ഒരു അവസരമായിട്ട് നോക്കി. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഈ കാണാനില്ല എന്നുള്ളത് സത്യമാണ്. നിയമപരമായിട്ട് ഉള്ള നടപടികൾ പൂർത്തിയായപ്പോൾ അതിൽ ഇവർ പറഞ്ഞ ഭാഗമാണ് ശരി എന്നുള്ളത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ശക്തമായിട്ട് നമ്മൾ മഹാസമാധിയായിട്ട് ഇരുത്താനും തീരുമാനിച്ചത്. ഇതിലെ പോലീസ് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞ മൊഴികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. അതാണ് പോലീസിന് ഒരു അന്വേഷണം. അപ്പോൾ ഇനിയും അവർക്ക് ആ അന്വേഷണം തുടരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം ബന്ധമില്ലാതെ ആയിരുന്നു? ഇല്ല, പോലീസ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് പോലെ ആയിരിക്കില്ല അനിയൻ കൊടുക്കണം. കാര്യം എന്താണെന്ന് പറയുമ്പോൾ അനിയൻ പോറ്റിയാണ്. ആ പൂജാകർമ്മങ്ങളും കൂടെ ചേർത്തായിരിക്കും അനിയൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു തെറ്റായിട്ടുള്ള മൊഴിയൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. അത് നമ്മൾ സ്റ്റേഷനിലുള്ള ആരും പറഞ്ഞിട്ടില്ല. പോലീസൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്ത് സത്യസന്ധമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയ്ക്കും ഈ നമ്മുടെ അച്ഛനെ സമാധിയോടനുബന്ധിച്ച് നമ്മുടെ എന്താ പറയുക, ഈ സമാധി ഇരുത്തിയെടുത്തുനിന്ന് അതിനെ 41 ദിവസത്തെ പൂജയോടുകൂടി ശിവലിംഗ പ്രതിഷ്ഠയും ചെയ്ത് നമ്മുടെ ക്ഷേത്ര യോഗീശ്വരനാക്കിയെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കി എനിക്കൊന്നും പറയില്ല. സാറ് ബാക്കി പറയും. തീർച്ചയായിട്ടും സാർ, നമുക്ക് അതാണ് സത്യം ചെയ്താൽ ഒരു പ്രാവശ്യം നമ്മുടെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ സാറ്. ഇപ്പൊ എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു. കാര്യം എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങളും മക്കൾ തന്നെ ചെയ്യണം എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു.
മാപ്പ് അതെ 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 ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ അപ്പോഴത്തെ ഒരു മാനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിനുശേഷം അമ്മ നല്ലതായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. അനിയൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി. ഇതിനു ശേഷം ഇപ്പോൾ അവരെന്ന് പറഞ്ഞാൽ പറയുന്നതിനോടൊപ്പം ഒരു ചെറിയൊരു എന്താ പറയുക, അവളും ആഹാരം കഴിക്കുന്നില്ല, മാനസികമായിട്ട് തകർന്നു. എന്തെങ്കിലും തരത്തിൽ സംശയിക്കാനുള്ള ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. സമാധി തന്നെ അത് തന്നെയാണല്ലോ സനത്തിന് പറയാനുള്ളത്. സാർ സംശയിക്കാനായിട്ട് ഒന്നുമില്ല സാർ. സത്യസന്ധമായിട്ട് ചെയ്യണ കാര്യം നമ്മൾ എത്ര വർഷം ചെന്നാലും നമ്മൾ ഒരു വാക്കല്ലേ പറയൂ. അത് തന്നെയാണ് ഞാനും എൻ്റെ അനുജനും അമ്മയും എല്ലാം പറഞ്ഞിട്ടുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.